أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. الله العظيم. സൂറത്തുൽ ഹജ്ജ് 34:5. വലിക്കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിനും, ജഅൽന, നാം നിശ്ചയിച്ചിട്ടുണ്ട്, മൻസക്കൻ, ഒരു ആരാധന അല്ലെങ്കിൽ ഒരു ബലികർമ്മം, രണ്ടിനും പറയും. ലിയദ്കുറു, അവർ സ്മരിക്കുന്നതിനായി, ഇസ്മല്ലാഹി, അല്ലാഹുവിന്റെ നാമം, അലാ മാ റസഖഹും, അവർക്ക് അവൻ റിസ്ക് നൽകിയതിന്റെ പേരിൽ, മിൻ ബഹീമത്തിൽ അൻആമി, മിൻ ബഹീമത്തിൻ, മൃഗങ്ങളായിട്ട്, അല്ല, അൻആമി വളർത്തുമൃഗങ്ങളായ അല്ലെങ്കിൽ കാലികളായ. ഫഇലാഹുക്കും, എന്നാൽ നിങ്ങളുടെ ദൈവം, ഇലാഹ്, ഇലാഹുൻ വാഹിദുൻ, ഏകനായ ഇലാഹ് ആകുന്നു. ഫലഹു അസ്ലിമു, ഫലഹു, അതിനാൽ അവന്, അസ്ലിമു, നിങ്ങൾ കീഴ്പ്പെടുവീൻ അല്ലെങ്കിൽ സമർപ്പിതരാകുവീൻ. വബശ്ശിർ, നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അൽ മുഖ്ബിതീൻ, കീഴ്വണക്കമുള്ളവർക്ക്. അഹ്ബത്ത എന്ന് പറഞ്ഞാൽ താഴ്ന്നു, കീഴ്പ്പെട്ടു എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അല്ലദീന ഇദാ അല്ലദീന, ആ മുഖ്ബിത്തുകൾ ഒരു കൂട്ടരാണ്. ഇദാ ദുഃഖിറല്ലാഹു, അല്ലാഹു അനുസ്മരിക്കപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പിതമായി, അഥവാ പ്രകമ്പിതമാകും, വിറക്കും എന്നർത്ഥം. വസ്സാബിരീന, അവർ സബർ കൈക്കൊള്ളുന്നവരുമാണ്. അലാമ അസാബഹും, അവരെ ബാധിച്ചതിന്റെ പേരിൽ. വൽ മുഖീമി സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരുമാണ്. വമമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന്, യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നു. ബലികർമ്മത്തെക്കുറിച്ച്, അത് അള്ളാഹുവിന് അർപ്പിച്ചുകൊണ്ടാകണം എന്നാണല്ലോ മുകളിൽ പറഞ്ഞതിന്റെ അർത്ഥം. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതിന്റെ മുമ്പ് ആവർത്തിച്ചു പറഞ്ഞു, ആരാധനകൾ നിർവഹിക്കണം, ശിർക്ക് ഉണ്ടാകരുത് എന്ന്. ആരാധനയാകുന്ന ബലികർമ്മത്തിനായിട്ട് നിശ്ചയിച്ച ഒട്ടകത്തിന്റെ ഒക്കെ പുറത്ത് മറ്റ് പ്രയോജനങ്ങളും എടുക്കാം. ബലിമൃഗത്തിനെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അവസാനം അത് ചെന്ന് ചേരേണ്ടത് ബൈത്തുൽ അത്തീഖ് അഥവാ മസ്ജിദുൽ ഹറാമിലാണ് എന്നും പറഞ്ഞു. ഇനിയും പറയുകയാണ്, ഇങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങൾ, ഇത് പറയുന്നത് എപ്പോഴാണെന്ന് ഓർമ്മ വേണം. മക്കയിൽ നിന്ന് ബഹിഷ്കൃതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും എന്താണ് കഅബ, എന്തിനുണ്ടാക്കിയതാണ്? കഅബ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം
ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് എന്താണ് അള്ളാഹു ആവശ്യപ്പെട്ടത്, ഇതൊക്കെ വിവരിക്കുകയാണ്. എന്നിട്ട് ആ വിവരിച്ചിട്ട് അതിന്റെ ഇടയിൽ പിന്നെ അതിന്റെ ന്യായങ്ങൾ, എന്തിനാണിത് പറഞ്ഞത് എന്നത് വ്യക്തമാക്കുകയാണ് 30-ാമത്തെ ആയത്ത് മുതൽ. ദാലിക, ഇബ്രാഹിം നബിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാണ്? അത് അള്ളാഹുവിന്റെ ഹുർമത്തുകൾ പാലിക്കുന്നത് ഹൈറാണ്, മൃഗങ്ങളെ ബലിയർക്കാൻ അനുവദിച്ചിരിക്കുന്നു, എന്നാൽ വിഗ്രഹാരാധന വർദ്ധിക്കണം, അത് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ആകണം എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഉള്ള ബലികർമ്മം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടായത് തന്നെയാണ്, അല്ലാതെ മുശ്രിക്കുകളൊന്നും ഉണ്ടാക്കിയതല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അല്ലാഹ് പറയുന്നിടത്ത് അങ്ങനെ ഒരു ശൈലി ഉണ്ടാകും. നമ്മൾ നേരത്തെ സൂറത്തുൽ ആലിമ്രാനിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നത്തിൽപ്പെട്ടതാണ്. ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ, അത് തവാഫ് ചെയ്യുന്നത് കുറ്റമല്ല എന്ന്. കാരണം വിശ്വാസികൾ അത് കുറ്റമാണോ എന്നും അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണോ എന്നൊക്കെ സംശയിച്ചിരുന്നു. കാരണം ഖുറൈശികൾ അത് വിഗ്രഹാരാധനക്കായിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചത് ഖുറൈശികളുടെ ദൈവമായതുകൊണ്ട് മദീനയിലെ മുശ്രിക്കുകൾ അഥവാ യസ്രിബിലെ മുശ്രിക്കുകൾ അവിടെ കയറാറുണ്ടായിരുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹജ്ജിലും ഉംറയിലും ഒക്കെ സഅയ് ഉണ്ടായപ്പോഴാണ് ആ സംശയം ഉണ്ടായത്. അത് ദൂരീകരിച്ചതായിരുന്നു അവിടെ. ഇത് അതിന്റെയും മുമ്പ് പറഞ്ഞ വർത്തമാനമാണ്. സൂറത്തു ആൽ ഇമ്രാനിന്റെയും മുമ്പ് വന്നതാണല്ലോ സൂറത്തുൽ ഹജ്ജിന്റെ ഈ മദീനയിൽ അവതരിച്ച ഭാഗം. അപ്പൊ അതുകൊണ്ട് ബലിമൃഗമാകാം, പക്ഷേ ബലിമൃഗം അല്ലാഹു തആല നിശ്ചയിച്ചത് തന്നെയാണെന്ന് വ്യക്തമാക്കാനാണ് ഇവിടെ പറയുന്നത്. വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, എല്ലാ ഉമ്മത്തിനും നാം ഒരു ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആദം അലൈഹി സ്വലാമിന്റെ 2 മക്കള് ഇത് ഖറബ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമ, സൂറത്തുൽ മാഇദയിൽ അള്ളാഹു വിവരിച്ചത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആദം നബിയുടെ കാലത്ത് പോലും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലിയർക്കുക എന്ന കാര്യമുണ്ട്. അങ്ങനെ എല്ലാ ഉമ്മത്തിനുമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ശരീഅത്തിലും ഉണ്ടായിരുന്നു. മൂസാ നബിയുടെയും ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെയും ഒക്കെ ശരീഅത്തിൽ മൃഗത്തിനെ ബലിയർത്ത് ദാനം ചെയ്ത് പുണ്യം സമ്പാദിക്കുക എന്നൊരു കാര്യം ഉണ്ടായിരുന്നു എന്നാണ്. മൻസക്ക് എന്ന വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കും. ഒന്ന് എല്ലാ ആരാധനകളെയും ഉദ്ദേശിച്ചുകൊണ്ട് അത് പ്രയോഗിക്കും. അതുപോലെ ആരാധന നടക്കുന്ന സ്ഥലം, സന്ദർഭം എന്ന അർത്ഥത്തിൽ മൻസക്ക് എന്നത് ഉപയോഗിക്കും. മസ്ജിദ് എന്ന് പറയുന്നത് പോലെ ഹജ്ജിലെ കർമ്മങ്ങൾക്ക് പൊതുവായിട്ട് മനാസിക് എന്ന് പറയും. ആ ഹജ്ജിലെ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലത്തിനാണ് മൻസക്ക് എന്ന് പ്രയോഗിക്കുക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ആരാധനാ കർമ്മം, അതിന് നുസുക്ക്, മൻസക്ക് എന്നൊക്കെ പറയും. അഥവാ ബലികർമ്മം എന്നർത്ഥത്തിൽ. ബലികർമ്മം, ഹജ്ജിലെ ആരാധനാ കർമ്മങ്ങൾ, പൊതുവിൽ ആരാധനാ കർമ്മങ്ങൾ, ഇതിനൊക്കെ നുസുക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അത് നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സന്ദർഭം എന്നർത്ഥത്തിൽ മൻസക്കും ഉപയോഗിക്കും എന്നർത്ഥം. അങ്ങനെ എല്ലാ ഉമ്മത്തിനും ഉണ്ടായിരുന്നു. എന്തിനാണത്? ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, സമ്പത്തിന്റെ അടിസ്ഥാനമാണ് വളർത്തുമൃഗങ്ങളാകുന്ന കാലികൾ. പ്രാചീന എന്നല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഉൽപാദകരായ കർഷകരുടെ, അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൃഷിയും കന്നുകാലികളും. അടിസ്ഥാന ഉൽപാദകർ അവരാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ അവരുണ്ടാക്കിയത് കോലം മാറ്റി വൈവിധ്യം നടത്തി വിൽക്കുന്ന ആളുകൾ മാത്രമാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് ഇപ്പോ ഉൽപാദിപ്പിക്കുന്നത് അവരാണ്. പാല് നേരത്തെ ഇല്ല, അത് പശുവിൽ നിന്ന് പശുവിന്റെ അകട്ടിൽ ഉണ്ടായപ്പോൾ ഉണ്ടായതാണ്. ധാന്യങ്ങൾ അത് മുളച്ചു വിളഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ബാക്കിയൊന്നും അങ്ങനെയല്ല. പെട്രോള് വലിയ വ്യവസായമാണ്, അത് ഭൂമിയിൽ ഉള്ളതെടുത്ത് ഉപയോഗിക്കലാണ്. ഇരുമ്പ് ഉള്ളതെടുത്ത് ഉപയോഗിക്കലാണ്. പുതുതായി ഉൽപ്പാദിപ്പിക്കുന്നത് കർഷകനാണ്. അതുകൊണ്ട് അള്ളാഹു ചെയ്ത് വലിയ നിഅമത്തായിട്ടാണ് കൃഷിയെയും കാലി വളർത്തലിനെയും കാണുക. ആ കാലി വളർത്തലിൽ ചെയ്യാനുള്ള ശുക്ർ അത് തന്ന അള്ളാഹുവിന്റെ നാമം സ്മരിച്ചുകൊണ്ട്, അഥവാ അവൻ കൊല്ലാനും തിന്നാനും അനുവദിച്ചതാണ് എന്ന മനസ്ഥിതിയോടുകൂടി അറക്കുകയും എന്നിട്ട് തിന്നുകയും തീറ്റുകയും ഒക്കെ ചെയ്യുക. അതാണ് ലിയദ്കുറുസ്മല്ലാഹി അലൈഹി എന്ന് പറഞ്ഞത്. മുശ്രിക്കുകൾ അത്
വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ട് വിഗ്രഹങ്ങൾക്ക് നിവേദിക്കലും വിഗ്രഹങ്ങളുടെ പേര് ചൊല്ലി അർക്കലും ഒക്കെയായിരുന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, നേരത്തെ ഷിർക്ക് ചെയ്യരുതെന്ന് പലവട്ടം പറഞ്ഞതുപോലെ ഫ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എന്നാൽ പിന്നെ ആ ബലിയർക്കുന്ന മൃഗമോ അല്ലെങ്കിൽ അത് നടത്തുന്ന സ്ഥലമോ ഒന്നുമല്ല നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ ദൈവം ഏകനായ അള്ളാഹു ആകുന്നു. ഫ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അവനെ സ്മരിക്കണം എന്ന് പറഞ്ഞത് അതിനാണ്. അല്ലാതെ ബലിമൃഗമോ മുശ്രിക്കുകൾ ചെയ്യുന്നത് പോലെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ബലിയർക്കലു അങ്ങനെയൊന്നുമല്ല. പകരം അള്ളാഹുവിനോടുള്ള താഴ്മയും വിനയവും പ്രകടിപ്പിക്കാനും അവൻ തന്ന റിസ്കിന് ശുക്ർ ചെയ്യാനും ഒക്കെയാണ് ബലികർമ്മം എന്നർത്ഥം. ഫലഹു അസ്ലിമു, അതുകൊണ്ട് നിങ്ങൾ കീഴ്പ്പെടേണ്ടത്. അസ്ലമ എന്നുള്ള വാക്കിന്റെ അർത്ഥം അനുസരിക്കുക, കീഴ്പ്പെടുക എന്നൊക്കെയാണ്. സാങ്കേതികമായി അത് മുസ്ലിം ആകുക, ഇസ്ലാം എന്നതിന് പറയുന്നതാണ്. വാക്കർത്ഥത്തിൽ പറഞ്ഞാൽ അർത്ഥം കീഴ്പ്പെടൂ എന്നാണ്. അഥവാ ആ അള്ളാഹുവിന് കീഴ്പ്പെടലാണ് മുസ്ലിം ആകുക. അതുകൊണ്ട് കീഴ്പ്പെടേണ്ടത്, ആരാധിക്കേണ്ടത് ഒക്കെ അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിന്, ഏകനായ അള്ളാഹുവിന് കീഴ്പ്പെടൂ. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, അവന്റെ മുമ്പിൽ സർവാത്മന താഴ്മ പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കൂ. ഇതുവരെ പറഞ്ഞത് അസ്ലിമു, അതുപോലെ പിന്നെ ഉദ്കുറു എന്നൊക്കെ മൊത്തം ഉമ്മത്തിനോടുള്ള വർത്തമാനമായിരുന്നു. ആ ഉമ്മത്തിന് ചെയ്യാൻ പറ്റിയ പണിയല്ലല്ലോ സന്തോഷ വാർത്ത അറിയിക്കുക എന്നത്. സന്തോഷ വാർത്തയുടെ സോഴ്സ് അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യരിലേക്ക് അത് കിട്ടുന്ന വഴി റസൂലുമാരാണ്, വഹിയാണ്. ആ വഹിയുള്ള റസൂലിനോട് പറയുകയാണ് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കൂ എന്ന്. മുഹ്ബിത്തീൻ, അഹ്ബത്ത എന്നുള്ള വാക്കിന്റെ ശരിക്കും അർത്ഥം ഇറക്കത്തിലേക്ക് അല്ലെങ്കിൽ താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോകുക, അല്ലെങ്കിൽ നമ്മൾ കൂപ്പുകുത്തുക എന്നൊക്കെ പറയും. എന്നതുപോലെ സർവാത്മന അള്ളാഹുവിനെ അങ്ങോട്ട് കീഴ്പ്പെടുക. അള്ളാഹുവിന്റെ നിയമം, അള്ളാഹുവിന്റെ വിധി, അല്ല തന്ന റിസ്ക്, അല്ല നിശ്ചയിച്ച ആരാധനാകർമ്മം അതൊക്കെ സ്വീകാര്യമാകുക, അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തനാകുക. അതുപോലെ പിന്നെ മറ്റെല്ലാം വർജിച്ച് അള്ളാഹു മാത്രം മതി, മുഖ്ലിസീന ലഹുദ്ദീൻ, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന വാക്കാണ് മുഹ്ബിത്ത് എന്ന് പറയുന്നത്. പിന്നെ ആ മുഹ്ബിത്തീങ്ങളുടെ വിവരണം ആണ് പിന്നെയുള്ള ആയത്ത്. അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന ഇദാ ദുഃഖിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അവർക്ക് അള്ളാഹുവിനെ പേടിയായിരിക്കും. പേടി എന്ന് പറഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ കാണുമ്പോൾ ഉള്ള പേടിയല്ല, പകരം ബഹുമാനാദരവുകൾ മൂലം ആ ആദരവിന് ഒക്കാത്ത വല്ലതും സംഭവിച്ചു പോകുമോ എന്ന പേടിയാണ് അടിസ്ഥാനപരമായി അവർക്കുണ്ടാകുക. അതുകൊണ്ട് തന്നെ പിന്നെ മനസമാധാനം ഉണ്ടാകും എന്നും പറഞ്ഞത് കാണാൻ കഴിയും. അഥവാ ജീവിതത്തിൽ സാധാരണഗതിയിൽ അള്ളാഹുവിനെ പേടിയാണ് ഉണ്ടാവുക. എന്നാൽ ജീവിതം പേടിപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. എന്നാൽ ഭൗതിക ജീവിതം, ദുനിയാവിലെ ജീവിതം കൈകാര്യം ചെയ്യുന്നിടത്ത് അള്ളാഹുവിനെ പേടിയും ഉണ്ടാകും. രണ്ടും പറഞ്ഞത് കാണാൻ കഴിയും. വസ്സാബിരീന, വസ്സാബിറൂന എന്നാണ് ഗ്രാമർ അനുസരിച്ച് വേണ്ടത്. അത് അവരെ പ്രത്യേകം എടുത്തു പറയുന്നു എന്ന അർത്ഥം കിട്ടാനാണ് വസ്സാബിരീന എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അവരുടെ അതിലെ ക്ഷമാലുക്കൾ, അങ്ങനെ പലയിടത്തും പരിശുദ്ധ ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് സബർ എന്നത് ഒരു സബ്ജക്റ്റീവ് മാറ്ററാണ്. ഇത്രയായ സബറായി, ഇത്രയായ സബറായില്ല എന്നൊന്നും കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സബറുള്ളവരെ എടുത്തു പറഞ്ഞ് പുകഴ്ത്തുകയാണ്. അതുകൊണ്ട് അഹസ്സു സാബിരീന, സാബിറുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. അലാമ അസ്വാബഹും, അവരെ ബാധിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ. എന്തിനാണ് പറയുന്നത്? ഈ ആയത്തൊക്കെ ഇറങ്ങുമ്പോഴേ നേരത്തെ പറഞ്ഞതുപോലെ സഹാബികൾ ഇങ്ങനെ വലിയ ത്യാഗം ചെയ്യേണ്ടി വന്നു, അതിൽ വലിയ ബേജാറായി, മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹു തആല മുഹ്ബിത്താകാൻ പറയുന്നത്. അഥവാ ഈ സൂറത്തിന്റെ അവസാനത്തിലും അത് പറയുന്നത് കാണാൻ കഴിയും, അള്ളാഹ്ക്ക് കീഴ്പ്പെടാൻ. എന്നതുപോലെ അള്ളാഹുവിന് കീഴ്പ്പെടുക. എന്നിട്ട് പിന്നെ അതില് ആ മുഹ്ബിത്തുകളുടെ കൂട്ടത്തിൽ സാബിറുകളുണ്ട്, അഥവാ അല്ലെങ്കിൽ അവരുടെ ക്ഷമാലുക്കൾ എന്ന സ്വഭാവം അത് പ്രത്യേകം പരാമർശിക്കുകയാണ്. വസ്സാബിരീന
അലാ മാ അസാബഹും, അവരെ ബാധിക്കുന്നതിന്റെ പേരിൽ ക്ഷമിക്കുന്നവരെയും എന്നാണ്. ക്ഷമിക്കുന്നവരെ പ്രത്യേകം എടുത്തു പറയുന്നു. വൽ മുഖീമീന സ്വലാത്തയാണ് വൽ മുഖീമി സ്വലാത്ത എന്നായത്. അഥവാ നമസ്കാരം നിലനിർത്തുന്നവരെയും. സബുറും സ്വലാത്തും. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, സബുർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടുക. സൂറത്തുൽ ബഖറയിൽ ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ ഇറങ്ങിയതാണ് ആ ആയത്തും. ഇങ്ങനെ നമസ്കാരം കൊണ്ടും നമസ്കാരവും സബുറും ഉള്ളവരെ പ്രത്യേകം എടുത്തു പറയുന്നു എന്നാണ്. നമസ്കരിക്കുന്നവര് എന്നല്ല, നമസ്കാരം നിലനിർത്തുന്നവർ. പലതവണ നമ്മൾ വിശദീകരിച്ചതുപോലെ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ചിട്ടപ്രകാരം പൂർണ്ണതയോടുകൂടി ജമാഅത്തായി നിർവഹിക്കുക മാത്രമല്ല, ആ നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ച താഴ്മയും വിനയവും അതുപോലെ അള്ളാഹുവിനോട് പറഞ്ഞ അള്ളാഹു അക്ബറും ഒക്കെ തുടർന്നും ജീവിതത്തിൽ നിലനിർത്തുക. ഇതിനാണ് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുക. മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. മുത്തഖികളുടെ വിശേഷണം പറഞ്ഞെടുത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ പേജിൽ തന്നെ ഇത് പറയുന്നുണ്ട്. മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇൻഫാഖ്, ഇവിടെ അത് പറയുന്നതിന് പ്രത്യേക പശ്ചാത്തലമുണ്ട്. അഥവാ മുഹ്ബിത്തുകളായ ആളുകൾ പ്രയാസങ്ങൾ സഹിക്കും, അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കും, ചെലവഴിക്കും. ചെലവഴിക്കുന്നത് എന്തിനാണ്? തിരിച്ചു പിടിക്കാൻ മക്ക, അതിന് ചെലവഴിക്കണം. അതുപോലെ ബഹിഷ്കൃതരായ മുഹാജിറുകളെ അക്കമഡേറ്റ് ചെയ്യാൻ അൻസാരികൾ ചെലവഴിക്കണം. ഇതൊക്കെ മനസ്സിൽ വരാവുന്ന വിധമാണ്. ഹജ്ജ് എന്താണ് എന്നൊക്കെ വ്യക്തമാക്കിയിട്ട്, കഅബ എന്താണെന്ന് വ്യക്തമാക്കിയിട്ട്, പിന്നെ യഥാർത്ഥത്തിൽ അത് നടക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ വിവരിച്ചു തന്നിട്ട്, പിന്നെ അത് അംഗീകരിക്കുന്നവരുടെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഇനിയും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ തന്നെയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.